ഡേ 2 വിശേഷങ്ങൾ ബാക്കിയാക്കി ഞാനൊരു പോക്ക് പോയതാണല്ലേ. ബ്ലൂ ടെമ്പിളിന് ശേഷം നേരെ പോയത് വാട്ട് ഹുവ പ്ലാക്കാങ് എന്ന മറ്റൊരു ടെമ്പിൾ കാണാനാണ്. ചിയാങ് റായ് അറിയപ്പെടുന്നത് വൈറ്റ് ടെമ്പിളിന്റെ പേരിലാണെങ്കിലും സിറ്റിയിൽ നിന്നും വെറും 6 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മലയ്ക്ക് മുകളിൽ അതിമനോഹരമായ ടെമ്പിൾ ഓഫ് മേഴ്സി എന്നറിയപ്പെടുന്ന മറ്റൊരു അമ്പലമുണ്ട്. അതാണ് വാട്ട് ഹുവ പ്ലാക്കാങ്. വൈറ്റ് ടെമ്പിളിനോളം ഫേമസ് അല്ലാത്തതിനാൽ തിരക്കും തീരെ കുറവാണ്. 300 അടി പൊക്കമുള്ള ഗുവായിൻ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇത് പലപ്പോഴും ബിഗ് ബുദ്ധയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടത്രേ. ഗുവായിൻ എന്നാൽ ഗോഡസ് ഓഫ് മേഴ്സി അഥവാ കരുണയുടെ ദേവത എന്നാണ് അർത്ഥം. 3 അമ്പലങ്ങൾ ഒന്നിച്ചതാണ് വാട്ട് ഹുവ പ്ലാക്കാങ്. നടന്നു കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നെപ്പോലെ നടക്കാൻ മടിയുണ്ടെങ്കിൽ ഫ്രീ ആയി ടുക് ടുക് സർവീസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഗുവായിൻ സ്റ്റാച്ചുവിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. 25ാമത്തെ നിലയിലാണ് സ്റ്റാച്ചുവിന്റെ കണ്ണും നെറ്റിയും എല്ലാം ഉൾപ്പെടുന്നത്. അങ്ങോട്ട് കയറാനും ഗുവായിൻ സ്റ്റാച്ചുവിന്റെ കണ്ണുകളിലൂടെ ചിയാങ് റായ് മുഴുവനായി കാണാനും 20 ബത്ത് കൊടുത്താൽ എലിവേറ്റർ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. 3 അമ്പലങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? വൈറ്റ് ഗുവായിൻ സ്റ്റാച്ചു, ചൈനീസ് സ്റ്റൈലിലുള്ള റെഡ് ടെമ്പിൾ, പിന്നെ വൈറ്റ് കാർവിംഗ്സ് ഉള്ള ഒരു നീണ്ട ഹാൾ. ഇത് 3ഉമാണ് 3 അമ്പലങ്ങളായി കണക്കാക്കുന്നത്. തായ്, ലന്ന, ചൈനീസ് എന്നീ 3 സ്റ്റൈലുകളുടെ ഒരു ബ്ലെൻഡാണ് ഈ 3 അമ്പലങ്ങളും. ലന്ന എന്നാൽ നോർത്തേൺ തായ് ആണ്. ഗുവായിൻ സ്റ്റാച്ചുവിലേക്ക് എത്താൻ 111 പടികൾ കയറണം. ഈ പടികൾക്ക് മുന്നിൽ കാവലായി 2 കൂറ്റൻ ഡ്രാഗൺസിനെ കാണാം. ഇടതുവശത്തെ ഡ്രാഗൺ യിൻ എന്നറിയപ്പെടുന്നു, അതായത് ഫെമിനിൻ എനർജിയെ സൂചിപ്പിക്കുന്നു. സ്ത്രീജന്യ സ്വഭാവ ഗുണങ്ങളായ ദയ, സമാധാനം, സാന്ത്വനം എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. വലതുവശത്തെ ഡ്രാഗൺ യാങ് എന്നറിയപ്പെടുന്നു, അതായത് മാസ്കുലിൻ എനർജിയെ സൂചിപ്പിക്കുന്നു. ശക്തി, വിവേകം, സംരക്ഷണം എന്നീ സ്വഭാവ ഗുണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ടെമ്പിളിനകത്തുള്ള മനോഹരമായ വൈറ്റ് കാർവിംഗ് സ്വർഗത്തെ ചൂണ്ടിക്കാട്ടുന്നു. ഏറെ ശാന്തമായ അന്തരീക്ഷമാണ്. വാട്ട് ഹുവ പ്ലാക്കാങ് വെറും ഒരു ടെമ്പിൾ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. തായ് ലോക്കൽ ട്രൈബിലെ കുട്ടികളുടെ പഠന ചെലവും ഈ ഭാഗത്തുള്ള ലോക്കൽസിന്റെ ഭക്ഷണ ചെലവും എല്ലാം ടെമ്പിളിന്റെ വകയാണ്. ഒപ്പം തന്നെ ആശുപത്രി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വാട്ട് ഹുവ പ്ലാക്കാങ് കണ്ട ശേഷം ബ്ലാക്ക് ഡാൻ മ്യൂസിയം ആണ് കാണാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 5 മണിക്ക് അത് ക്ലോസ് ചെയ്തതിനാൽ കാണാൻ സാധിച്ചില്ല. നേരെ ചിയാങ് റായ് നൈറ്റ് ബസാറിലേക്ക്. ഫുഡ് അടിക്കാനും ഷോപ്പിങ്ങിനും പറ്റിയ സ്പോട്ടാണ്. ഖാവോ സോയി, പാഡ് തായ്, ബനാന റോട്ടി എല്ലാം അകത്താക്കി കൾച്ചറൽ പ്രോഗ്രാംസും കണ്ട് ആസ്വദിച്ച് കുറച്ചധികം നേരം അവിടെയിരുന്നു. ഡേ 3 വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.